കേരളം എല്ലാ മതങ്ങൾക്കും നല്ല സ്വാധീനമുള്ള ഒരിടമാണ്. മതന്യൂനപക്ഷങ്ങളും ഇവിടെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് മതവർഗീയവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള സ്ഥലമൊന്നുമല്ല കേരളം, അതിന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതായത് BJP നേതാവും കേരളത്തിലെ വർഗീയ വിഷവുമായ B. ഗോപാലകൃഷ്ണനെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ മണ്ണ്. MLA-മാരുടെ പേര് നോക്കി മതം പറഞ്ഞ് വിദ്വേഷം സൃഷ്ടിച്ച ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് BJP സ്ഥാനാർത്ഥിയായ ഗോപാലകൃഷ്ണൻ മാത്രമാണ്. ആ ഗോപാലകൃഷ്ണനെയാണ് ഗുരുവായൂരിലെ വോട്ടർമാർ തൂത്തെറിഞ്ഞിരിക്കുന്നത്. വോട്ടെണ്ണൽ തുടങ്ങി 5-6 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ വെറും 15,000 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. ഒന്നാം സ്ഥാനത്തുള്ള മുസ്ലിം ലീഗിലെ CH റഷീദ് ആ സമയത്ത് 50,000 വോട്ട് പിന്നിട്ടു. മൂന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. രണ്ടാം സ്ഥാനത്തുള്ള CPM-ലെ NK അക്ബറിനും ഏകദേശം 40,000 വോട്ടിന് മുകളിലെത്തിയിരിക്കുന്നു. റഷീദും അക്ബറും തമ്മിൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്കിലും BJP-യെ എവിടെ അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഇതിനേക്കാളും കൂടുതൽ വോട്ടുകൾ ഒരുപക്ഷെ BJP-യുടെയോ NDA സ്ഥാനാർത്ഥിക്ക് നേടാനാകുമായിരുന്നുവെങ്കിലും B. ഗോപാലകൃഷ്ണന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് അവിടെ ചതിച്ചത്. ഗുരുവായൂരിൽ ഇതുവരെ ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ ആനുകൂല്യം മാത്രം വെച്ചുകൊണ്ടാണ് പരസ്യമായി ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്ന് ഇങ്ങനെ മതന്യൂനപക്ഷങ്ങളെ അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നത്. ഗുരുവായൂരപ്പനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ ഹിന്ദുവായിരിക്കണമെന്ന് പറയാൻ ഈ ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ ഒരാൾക്കും അധികാരമില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇന്ന് ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് വിധി വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതിയിൽ 2 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്താലും സമൂഹത്തിനും സമുദായത്തിനും നാടിനും അത് വലിയ ആഘാതമുണ്ടാക്കുമെന്നും അതും നീക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇതിന് ഉത്തരവിട്ടത്. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നുള്ള ഒരു ആവശ്യമാണ് അവിടെ ഉയർന്നു വന്നത്. KSU നേതാവ് ഗോകുൽ ഗുരുവായൂരിൻ്റെ ഹർജിയിലാണ് കോടതി ഇതിനായി ഇടപെട്ടത്. അങ്ങനെ എല്ലാ തരത്തിലും വർഗീയ വിഷം ചീറ്റി ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് B. ഗോപാലകൃഷ്ണൻ ഈ മതേതര രാജ്യത്ത് ശ്രമിച്ചത്. അതിന് അദ്ദേഹം അയോഗ്യനാക്കപ്പെടുമെന്നുള്ള ഏകദേശ ഉറപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കേണ്ടതിന് പകരം ഇപ്പോൾ ഹൈക്കോടതി തന്നെ അതിൻ്റെ അപകടം മനസ്സിലാക്കി കാര്യങ്ങൾ നടത്തിയിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാളും വലിയ ശക്തമായ ശിക്ഷയാണ് ഗുരുവായൂരിലെ ജനങ്ങൾ B. ഗോപാലകൃഷ്ണന് നൽകിയിരിക്കുന്നത്. ആ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ നടപടിയില്ലാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യം നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കാത്തവർക്ക് വോട്ടില്ലെന്ന് പറയാൻ ഭക്തർ ഇവിടെ തയ്യാറാകണമെന്നാണ് ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് ഈ ബിംബത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ ഗുരുവായൂരിലെ MLA-യെ ഞാൻ വെല്ലുവിളിക്കുകയാണെന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതായത് പൂർണ്ണമായും മതവർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് വോട്ട് പിടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതാണ് ഇന്ന് തകർത്തെറിയപ്പെട്ടത്. 48% ഹൈന്ദവ ജനസംഖ്യ ഉണ്ടായിട്ടും കഴിഞ്ഞ 50 വർഷമായി ഇടത് വലത് മുന്നണികൾ ഒരു ഹിന്ദു MLA-യെ നിയമസഭയിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞത്. കൂടാതെ ഗുരുവായൂരെ സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചുള്ള ഒരു കൂറ്റൻ ഹോർഡിങ്സ് സ്ഥാപിച്ചും ഗോപാലകൃഷ്ണൻ ഈ വിവാദം എത്രത്തോളം സൃഷ്ടിക്കാൻ പറ്റും അത്രത്തോളം നോക്കിയിരുന്നു. പക്ഷേ ജനങ്ങൾ അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇതേ തുടർന്ന് ജനപ്രാതിനിധ്യ നിയമം 1951-ലെ 123/3 വകുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ട വ്യവസ്ഥകളും ലംഘിച്ചതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ കേൽക്കറുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും B. ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ മണ്ണിനെ മലീമസമാക്കാൻ നോക്കിയപ്പോൾ ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് കണ്ടത്.